അഭിജിത്ത് ദീപ് കെക്ക് സമാനമായി സോനം വാങ്ചുക് എന്ന് പറയുന്ന മറ്റൊരു ആക്ടിവിസ്റ്റ് സമരം ചെയ്തു. 26 ദിവസം നിരാഹാരം കിടന്നു. അവസാനം നിരാഹാരം വഷളായപ്പോൾ ഹോസ്പിറ്റലിലേക്ക് മാറ്റി. വാങ്ചുക്കിന് വൈഫ് ഇതിനിടയിൽ ഇന്നലെ ഒരു ആരോപണമായി വന്നു. കോൺഗ്രസിനകത്ത് സത്യസന്ധമായ ഒരു സമരമല്ല എന്ന് പറഞ്ഞൊരു ആരോപണമായിട്ടൊക്കെ വന്നു. അങ്ങനെ വന്നു. എന്തായാലും മന്ത്രിമാർ നേരിട്ട് വന്ന് ഉറപ്പ് കൊടുത്താൽ സോനം വാങ്ചുക് നിരാഹാരം അവസാനിപ്പിക്കും എന്നൊരു പ്രസ്താവന വന്നത് കേട്ടുകൊണ്ട് ജിതേന്ദ്ര സിംഗ്, അതായത് പ്രധാനമന്ത്രിയുടെ ഓഫീസിലെ ചുമതലയുള്ള മന്ത്രി ജിതേന്ദ്ര സിംഗും ആരോഗ്യവകുപ്പ് മന്ത്രി JP നദ്ദയും കൂടി ഇന്നലെ ഹോസ്പിറ്റലിൽ പോയി കണ്ടു. വാങ്ചുവിനെ കണ്ടപ്പോൾ 3 കാര്യങ്ങളിലാണ് അവർ തമ്മിലൊരു അണ്ടർസ്റ്റാൻഡിംഗ് ഉണ്ടായിട്ടുള്ളത്. ഒന്ന്, പാർലമെൻറ്റിൽ ഇത് സംബന്ധിച്ച കൃത്യമായ ചർച്ച നടക്കും. 2, വളരെ മാരകമായ കേസുകളല്ലാത്ത എന്ന് പറഞ്ഞാൽ ഭാരതീയ ന്യായ സംഹിത അനുസരിച്ച് കൊലപാതകം, പോലീസുകാരെ കൊല്ലുക, അല്ലെങ്കിൽ കൊല്ലാൻ ശ്രമിക്കുക, അല്ലെങ്കിൽ പിന്നെ വാഹനങ്ങൾ കത്തിക്കുക, വാഹനങ്ങൾക്ക് വലിയ കേടുപാട് വരുത്തി, ഇങ്ങനെയുള്ള നാശനഷ്ടങ്ങൾ ഉണ്ടാക്കിയ കൈവൊക്കെ ചെയ്തത് ഒഴിച്ചിട്ടുള്ള ബാക്കി കണ്ടാലറിയാവുന്നതെന്നൊക്കെ പറഞ്ഞെടുക്കുന്ന കേസുകളുണ്ട്. അതെല്ലാം പിൻവലിക്കും. അപ്പോൾ 2ാമത്തെ കാര്യം. 3ാമത്തെ കാര്യം, ഈ മരിച്ചുപോയ കുട്ടികളുണ്ട്, 20 കുട്ടികൾ മരിച്ചുപോയി, അവരെ കുടുംബങ്ങൾക്ക് നല്ല സാമ്പത്തിക സഹായം കൊടുക്കും. അത് 1 കോടി രൂപയാണ് BJP ചിന്തിക്കുന്നുവെന്നാണ് മറ്റ് സോഴ്സുകളിൽ നിന്നുള്ള വാർത്ത. അങ്ങനെ 3 കാര്യങ്ങളും പരിഹരിക്കാം എന്ന് പറഞ്ഞിട്ടാണ് വാങ്ചുവുമായിട്ടുള്ള ഒത്തുതീർപ്പായി വാങ്ചുവിൻ്റെ നിരാഹാരം അവസാനിച്ചത്. ഇനി അഭിജിത്ത് ദീപ് കെ നടത്തുന്ന നിരാഹാരത്തിൻ്റെ പ്രധാന ഡിമാൻഡ് ധർമ്മേന്ദ്ര പ്രധാൻ രാജിവെക്കണമെന്നാണ്. പക്ഷെ BJP സംബന്ധിച്ചിടത്തോളം അതൊരു കാര്യം ഒഴിച്ച് ബാക്കി എല്ലാ കാര്യത്തിലും BJP ഒത്തുതീർപ്പിന് തയ്യാറാണ് എന്നുള്ളതാണ്. പ്രധാനമന്ത്രി സാധാരണ വാതുറക്കുന്നില്ല, പറയുന്നില്ല, പത്രങ്ങളെ കാണുന്നില്ല എന്നൊക്കെ ഉള്ള ബഹളമുള്ള ആള് ഇന്നലെ വളരെ കൃത്യമായി രാജ്യത്തെ അഭിസംബോധന ചെയ്തുകൊണ്ടുള്ള ഒരു വീഡിയോ പുറത്തുവിട്ടിട്ടുണ്ട്. ഇതെല്ലാം സംഭവിക്കുമ്പോഴും നമ്മൾ മനസ്സിലാക്കേണ്ട മറ്റൊരു കാര്യം, ചൈന പോലെ അറേബ്യൻ രാജ്യങ്ങൾ പോലെ നമുക്കൊരു ഏകീകൃതമായ അല്ലെങ്കിൽ പട്ടാള ചിട്ടയിലുള്ള രാജാധികാരത്തിലുള്ള ഒരു സിസ്റ്റം അല്ല ഇന്ത്യയിലുള്ളത്. ഇവിടെ 150 കോടി ജനങ്ങൾ, വ്യത്യസ്ത രാഷ്ട്രീയ പാർട്ടികൾ, വ്യത്യസ്ത നിലപാടുള്ളവർ, വ്യത്യസ്ത സർവീസ് സംഘടനകളിൽ പ്രവർത്തിക്കുന്നവർ, വ്യത്യസ്ത യൂണിയനുകളിലുള്ളവർ, എല്ലാവർക്കും സ്പേസ് ഉള്ള ഒരു സ്ഥലമാണ്. വളരെ കർശനമായാൽ പറയും ജനാധിപത്യത്തെ കൊല്ലുന്നു എന്ന് പറയും. അതും പറ്റത്തില്ല. അപ്പോൾ 2 കാര്യങ്ങൾ ഇവിടെ ചർച്ച ചെയ്യപ്പെടേണ്ടതുണ്ട്. ഒന്ന്, ഇപ്പോൾ ഈ അഭിജിത്ത് ദീപ് കെ ആയാലും CJP ആയാലും അല്ലെങ്കിൽ കോക്രോച്ച് ജനതാ പാർട്ടി ആയാലും അല്ലെങ്കിൽ സോനം വാങ്ചു ആയാലും ഉയർത്തുന്ന വിഷയം വളരെ ഗൗരവമുള്ളത് തന്നെയാണ്. പക്ഷേ അതിൻ്റെ ഒരു മറുവശം കൂടി ഉണ്ട് എന്ന് പറയുമ്പോൾ ഇതിനെ സാധൂകരിക്കാനോ ഗവൺമെൻറ്റിനെ ന്യായീകരിക്കാനോ അല്ല, പക്ഷേ ഒരു സമ്പന്ന വർഗം കാട്ടിക്കൂട്ടുന്ന തോന്നിയവാസങ്ങളുടെ ബാക്കി പത്രമാണിത്. ഈ ക്വസ്റ്റ്യൻ പേപ്പർ ചോർത്തി കൊടുത്തവർക്ക് സാമ്പത്തിക ലാഭം കിട്ടും എന്നറിഞ്ഞുകൊണ്ടല്ലേ അവർ ചോർത്തിയത് ഒരു വിഷയം. അപ്പോൾ അവർ വളരെ കൃത്യമായി ആ വിഭാഗക്കാരെ നമ്മൾ അഡ്രസ്സ് ചെയ്യണം. 2, ഈ ക്വസ്റ്റ്യൻ പേപ്പർ വാങ്ങുന്നവരുണ്ടല്ലോ, കാശ് കൊടുത്ത് 5 ലക്ഷവും 10 ലക്ഷവും കൊടുത്ത് വാങ്ങുന്നവരുണ്ട്. 50 ലക്ഷം കൊടുത്ത് അഡ്മിഷൻ വാങ്ങുന്നതിനേക്കാൾ നല്ലത് 5 ലക്ഷം രൂപ കൊടുത്ത് ക്വസ്റ്റ്യൻ പേപ്പർ വാങ്ങുന്നതാണ് എന്ന് വിചാരിക്കുന്ന മാതാപിതാക്കളുമുള്ളൊരു ഇന്ത്യയാണ് പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട്. അതും ഒരു വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അതും നമ്മൾ ചർച്ച ചെയ്യണം. അപ്പോൾ ഗവൺമെൻറ്റിനെ സംബന്ധിച്ചിടത്തോളം ഗവൺമെൻറ് ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യേണ്ടതാണ്. നേരത്തെ ഈ IAS സെക്രട്ടറി, വിദ്യാഭ്യാസ സെക്രട്ടറി ഇപ്പം മാറ്റി. എന്തുകൊണ്ടത് ആദ്യമേ മാറ്റിക്കൂടാ? ആദ്യമേ തന്നെ ഈ 20 പേരുടെ കുടുംബങ്ങൾക്ക് വേണമെങ്കിൽ ഒരു സമാശ്വാസം പ്രഖ്യാപിക്കാമായിരുന്നു. അവരെ കുടുംബങ്ങളിലേക്ക് BJPയുടെ പ്രതിനിധി സംഘത്തെയോ അല്ലെങ്കിൽ മന്ത്രിസഭയുടെ ഒരു പ്രതിനിധി സംഘത്തെ അയക്കാമായിരുന്നു. അതുപോലെ തന്നെ മന്ത്രിസഭയുടെ പ്രതിനിധി സംഘത്തെ അയക്കാമായിരുന്നു. അവരെ വീടുകളിലുമായിട്ടൊന്ന് ബന്ധപ്പെടാമായിരുന്നു. അവർക്ക് ചെറിയ സാമ്പത്തിക സഹായം നേരത്തെ കൊടുക്കാമായിരുന്നു. അതുപോലെ തന്നെ സമഗ്രമായ അന്വേഷണം പ്രഖ്യാപിക്കാമായിരുന്നു. അതിന് ബന്ധപ്പെട്ട കുറേ ഉദ്യോഗസ്ഥരെ സസ്പെൻഡ് ചെയ്യുകയോ സ്ഥലം മാറ്റുകയോ ചെയ്യാമായിരുന്നു. ഇങ്ങനെ നിരവധി എടുക്കാമായിരുന്ന നടപടികൾ പോലും എടുക്കാതെ ഒരു ചെറിയ സമരമായി അങ്ങ് പോകും എന്ന് കരുതി. ഇതിനിടയിലാണ് FCRA ബന്ധപ്പെട്ട മറ്റൊരു വിഷയം കൂടി ഇതിൻ്റെ കൂടെ കയറി വന്നിട്ടുണ്ട്. അതായത് അമേരിക്കൻ ലായേഴ്സ് അക്കാഡമി അല്ലെങ്കിൽ ലായേഴ്സിൻ്റെ ഒരു പ്രസ്താവന വന്നിട്ടുണ്ട്. FCRA എന്ന് പറയുന്നത് വളരെ ഗുരുതരമായ നിയമങ്ങളാണ് വരുന്നത് രാജ്യത്ത്. അത് രാജ്യത്തേക്ക് വിദേശ രാജ്യങ്ങളിൽ നിന്ന് കാരുണ്യത്തിനുൾപ്പെടെയുള്ള തുക വരുന്നതിൽ വലിയ തടസ്സം ഉണ്ടാക്കും എന്നൊരു കൺസേൺ വിദേശ രാജ്യത്ത് നിന്ന് വന്നു. എന്നാൽ 2019 മറ്റൊരു കഥ കൂടി നടന്നിട്ടുണ്ട്. 2019 തെരഞ്ഞെടുപ്പ് അട്ടിമറിക്കാൻ NGO സംഘടനകൾ വഴി FCRA തുക എന്ന പേരിൽ
കോടിക്കണക്കിന് രൂപ വിദേശത്തു നിന്ന് വരാൻ സാധ്യതയുണ്ടെന്ന് കൂടി മനസ്സിലാക്കിയിട്ടാണ് അതിനെ തടയാൻ BJP ഗവൺമെൻറ് ശ്രമിച്ചു എന്ന വാദവും നിൽക്കുന്നുണ്ട്. അപ്പോൾ വളരെ കൃത്യമാണെന്ന് രാജ്യസുരക്ഷ, രാജ്യത്തിൻ്റെ ദേശരക്ഷ, ജനങ്ങളുടെ രക്ഷ, ഇതെല്ലാം വളരെ വളരെ സംഘർഷാത്മകവും സങ്കീർണവുമാണ് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കണം. നമ്മളിവിടെ ഇരുന്ന് ചാനലിൽ പറയുന്ന പോലെയോ അല്ലെങ്കിൽ AC റൂമിലിരുന്ന് യൂട്യൂബിലും മീഡിയയിലും പറയുന്നത് പോലെ അല്ല രാജ്യത്തിൻ്റെ സുരക്ഷയും അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളും. FCRI പോലുള്ള പണം ഉപയോഗിച്ചാണ് ശ്രീലങ്കയിലും പാകിസ്ഥാനിലും അഫ്ഗാനിസ്ഥാനിലും വലിയ കലാപം ഉണ്ടാക്കുന്നതിന് കലാപകാരികൾക്ക് കിട്ടിയ പണം FCRI പണമായിരുന്നു. ഈ സമരങ്ങൾക്ക്, ഒരുപാട് സമരങ്ങൾക്ക് NGOകൾക്ക് പണം കിട്ടുന്നതായിട്ടുള്ള ആക്ഷേപം വന്നു തുടങ്ങിയിട്ട് എത്രയോ വർഷങ്ങളായി. പക്ഷേ പാവപ്പെട്ട NGOs കൊണ്ട് ഒരു ഗതിക്കും പരഗതിയും ഇല്ലാതെ സ്വന്തം കയ്യിൽ നിന്ന്, പോക്കറ്റിൽ നിന്ന് പൈസ എടുത്ത് സ്വന്തം അധ്വാനത്തിൽ യാത്ര ചെയ്ത് സ്വന്തമായി ഭക്ഷണം കഴിച്ച് പോകുന്ന ഒരുപാട് പേരുണ്ട്. എല്ലാം ഉണ്ട്. അപ്പോൾ ഇതെല്ലാം കൂടി വരുന്നൊരു കുഴഞ്ഞു മറിഞ്ഞു കിടക്കുന്ന ഒരു സാമൂഹ്യ അവസ്ഥയിലാണ് നമ്മൾ ജീവിക്കുന്നത്. ജനാധിപത്യത്തിന് അങ്ങനെ കഴിയുകയുള്ളൂ എന്നുള്ളതാണ് ജനാധിപത്യത്തിൻ്റെ പരിമിതിയും. അതാണ് ജനാധിപത്യത്തിന് ഒരുപാട് സൗന്ദര്യമുണ്ട്, പക്ഷേ ഒരുപാട് പരിമിതികളുണ്ട്. ഞാൻ ഈ പറഞ്ഞ പോലെ സംഘടനകളെ നിരോധിക്കുക എളുപ്പമല്ല. ഒരു സംഘടന നിരോധിച്ചാൽ അത് വേറെ രൂപത്തിൽ ആ സംഘടന വരും. വ്യക്തികൾ ഇവിടെ ഉള്ളിടത്തോളം കാലം അവർ പല രൂപത്തിൽ വന്നുകൊണ്ടിരിക്കും. ആൻറ്റി ഗവൺമെൻറ് പരിപാടികൾ നടത്തും, ആൻറ്റി നാഷണൽ പ്രോഗ്രാമുകൾ നടത്തും, സത്യസന്ധമായ സമരങ്ങൾ നടക്കും. ഇങ്ങനെ എല്ലാം കൂടി കൂട്ടിക്കുഴഞ്ഞു വരുന്ന ഒരു സംവിധാനത്തിലേക്ക് വരും. ഇന്നലെ തന്നെ ഡൽഹിയിൽ വിളിക്കുന്ന മുദ്രാവാക്യങ്ങളിൽ കുറേ കാര്യങ്ങൾ നമുക്ക് ആർട്ടിക്കിൾ 370 കാശ്മീരിലെ കഥയും അതുപോലെ തന്നെ CIA കഥയും പിന്നെ അള്ളാഹു വന്ന് രക്ഷിക്കുമെന്നുള്ള ചില മുസ്ലിം കുട്ടികളുടെ പ്രയോഗവും മോദിയെ കൊല്ലണമെന്നുള്ള ചില ആളുകളുടെ പ്രയോഗവും ഒക്കെ ഇങ്ങനെ ഇതെല്ലാം വരികയാണ്. ഇതിൻ്റെ ഒന്നും ആവശ്യമില്ല. ശരിക്കും പ്രശ്നത്തെ ഫോക്കസ് ചെയ്തുകൊണ്ടുള്ള സമരവും അതിനെ ഫോക്കസ് ചെയ്യുന്ന നടപടിക്രമങ്ങളുമാണ് ഉണ്ടാകേണ്ടത്. പക്ഷേ ജനാധിപത്യ രാജ്യത്ത് അതൊന്നും പ്രായോഗികമല്ല. എല്ലാവരും ഇതിനകത്ത് പങ്കെടുക്കും, എല്ലാവരും അഭിപ്രായം പറയും, പല അഭിപ്രായങ്ങൾ വരും. അപ്പോൾ അതിനെ ക്രോഡീകരിച്ചുകൊണ്ട് പോകാൻ എളുപ്പമല്ല. അവിടെ ഗവൺമെൻറ് വളരെ വിജിലൻ്റായി നടപടികൾ എടുത്തു പോവുക എന്നുള്ളതാണ് കരണീയമായിട്ടുള്ളത്. അത്തരം നടപടികളുടെ ഒരു വീഴ്ച ഈ സമരത്തിൽ കൃത്യമായി നമുക്ക് കാണാൻ കഴിയും. ഇനിയിപ്പോൾ കേസ് പിൻവലിക്കും, അല്ലെങ്കിൽ മരിച്ചുപോയ കുടുംബങ്ങൾക്ക് പണം കൊടുക്കും, അല്ലെങ്കിൽ പിന്നെ എന്താ പറയുക, കേസ് പാർലമെൻറ്റിൽ ചർച്ച ചെയ്യാം എന്നൊക്കെ പറയുന്ന കാര്യങ്ങൾ നേരത്തെയും ആകാമായിരുന്നു. എന്തുകൊണ്ടത് നേരത്തെ ആയില്ല എന്ന് പറയുമ്പോൾ രാഷ്ട്രീയത്തിൽ ഒരുപാട് ഈഗോയും ഇമേജുകളും കോംപ്ലക്സുകളും ഉള്ളതാണ് രാഷ്ട്രീയം. ഞങ്ങളുടെ പാർട്ടി ഇങ്ങനെ പറഞ്ഞാൽ തോറ്റു പോകുമോ, ഞങ്ങളുടെ പാർട്ടിയുടെ ഇമേജ് ഇല്ലാതാകുമോ എന്ന് പറഞ്ഞൊരു പിടിവാശിയുള്ള ഇടമാണ് രാഷ്ട്രീയ രംഗം. അങ്ങനെ പരസ്പരം തോറ്റുപോയാൽ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിൽ ഇമേജ് ഡാമേജ് ഉണ്ടായാൽ അടുത്ത തിരഞ്ഞെടുപ്പിനെ ബാധിക്കുമോ, ജനങ്ങളത് നെഗറ്റീവായിട്ട് എടുക്കുമോ, അവർ സമരം ചെയ്തുകൊണ്ടല്ലേ നിങ്ങളിത് ചെയ്തത് എന്ന് പറഞ്ഞ്, അല്ലാതെ നിങ്ങൾ ചെയ്തില്ലല്ലോ എന്ന് പറഞ്ഞ് ക്രെഡിറ്റ് സമരം ചെയ്തവർക്ക് പോകുമോ എന്നൊക്കെയുള്ള വളരെ വലിയ ആശങ്കകളാണ് ഇന്ത്യയിൽ നിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ ജനാധിപത്യത്തിൻ്റെ വലിയ പരിമിതികളായി ഇത് മാറും. തീർച്ചയായിട്ടും കേസ്, ഡൽഹിയിൽ നടന്ന കേസ്, ഇനി മാത്രമല്ല എൻട്രൻസ് കോച്ചിങ് സെൻ്ററുകൾ, അവർ വലിയ നിർണായകമായ സ്ഥാനമാണ് വഹിക്കുന്നത്. കാരണം പല സ്ഥലങ്ങളിലും റിട്ടയർ ആയിട്ടുള്ള ഉദ്യോഗസ്ഥർ കോച്ചിങ് സെൻ്ററിൻ്റെയൊക്കെ ഭാരവാഹിയായിട്ട് വരുമ്പോൾ അവർ സർവീസിലുള്ളവരെ സ്വാധീനിച്ച്, അവരുടെ ജൂനിയേഴ്സിൻ്റെയൊക്കെ സ്വാധീനിച്ച് പണം കൊടുത്തും സൗകര്യങ്ങൾ കൊടുത്തും മറ്റ് ആവശ്യങ്ങളും ആനുകൂല്യങ്ങളെല്ലാം കൊടുത്തുകൊണ്ട് കൃത്യമായി സിസ്റ്റത്തെ മാനിപ്പുലേറ്റ് ചെയ്യുന്ന കാഴ്ചയും നമുക്ക് കാണാൻ കഴിയും. അപ്പോൾ വളരെ കൃത്യമാണ് കാര്യങ്ങൾ, വളരെ ലളിതമാണ് കാര്യങ്ങൾ, പക്ഷേ പ്രശ്നം വളരെ സങ്കീർണമായിട്ടാണ് പോകുന്നത്. അതിനെ സങ്കീർണമാക്കുന്നതിൽ ഗവൺമെൻറ്റിനും ഗവൺമെൻറ്റിൻ്റെതായ പങ്കുണ്ട്. എന്തായാലും ഇപ്പം സോനം വാങ്ചുവുമായി ഒരു ചർച്ച വെച്ചു. അത് ചർച്ച വിജയിക്കുമെന്നാണ് കരുതുന്നത്. ഇനി അഭിജിത്ത് ദീപ്കയുമായിട്ടുള്ള ഡയലോഗ് നടക്കുമോ, ആ ഡയലോഗിൽ എന്തെങ്കിലും പുതിയ ഫോർമുല ഉണ്ടാകുമോ എന്ന് മാത്രമാണ് രാജ്യം ഉറ്റുനോക്കുന്നത്.